ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 59 ആണ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഗെറ്റ് റിഡ് ഓഫിന്റെ അർത്ഥം തലയുരണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയില്ലേ, എനിക്ക് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ ചില കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് മാത്സ് ക്ലാസ്സിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ തലയുരണം, എനിക്ക് അവനിൽ നിന്ന് തലയുരണം, എനിക്ക് അവളിൽ നിന്ന് തലയുരണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള യൂസേജ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. ഹി വാണ്ട്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ജോബ്. അവന് ജോലിയിൽ തീരെ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ ഫേസ് കണ്ടാൽ അറിയാം അവന് തീരെ താല്പര്യമില്ല. ഹി വാണ്ട്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ജോബ്. അർത്ഥം എന്തായിരിക്കും? അവന് എങ്ങനെയെങ്കിലും ഈ ജോലിയിൽ നിന്ന് തലയുരണം അല്ലെങ്കിൽ രക്ഷപ്പെടണം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ നമുക്ക് ഒരുപാട് സ്വെറ്റേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് ഓൾഡ് സ്വെറ്റേഴ്സ്. അപ്പോൾ ഒരുപാട് സ്വെറ്റേഴ്സ് ഉണ്ട്, പഴയതാണ്. ഈ പഴയ സ്വെറ്റേഴ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ട സമയമായി എന്നുള്ളതാണ്. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് ഓൾഡ് സ്വെറ്റേഴ്സ്. ഇവിടെ നമ്മൾ വേറൊരു യൂസേജ് കൂടി പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു അർത്ഥം എന്താണ്? ഇറ്റ്സ് ടൈം ടു എന്ന് പറഞ്ഞാൽ സമയമായി എന്നർത്ഥം. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഓഫ് ദീസ് ഓൾഡ് സ്വെറ്റേഴ്സ്. ഈ പഴയ സ്വെറ്ററുകളിൽ നിന്ന് തലയൂരേണ്ട സമയം ആയി. ഓക്കെ, ഐ വാണ്ട് ടു ഗെറ്റ് ഓഫ് മൈ ആങ്കർ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട്. ഞാൻ പറയണം, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് മൈ ആങ്കർ. എനിക്ക് എന്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. ബിക്കോസ് ഈ ദേഷ്യം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ദേഷ്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് മൈ ആങ്കർ. ക്ലിയർ? ദേ വാണ്ട് ടു ഗെറ്റ് ഓഫ് റണ്ണിംഗ് കോമ്പറ്റീഷൻ. അവർക്ക് റണ്ണിംഗ് കോമ്പറ്റീഷനിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ തലയുരണം. കാരണം ഓപ്പോസിറ്റ് ഉള്ളത് ആരാണ്? എപ്പോഴും വിന്നർ ആവുന്നത് ഉസൈൻ ബോൾട്ട് ആണ്. സോ അവര് പറയുന്നത് ദേ വാണ്ട് ടു ഗെറ്റ് ഓഫ് റണ്ണിംഗ് കോമ്പറ്റീഷൻ. അവർക്ക് റണ്ണിംഗ് കോമ്പറ്റീഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഓക്കെ, യെസ്. അടുത്ത എക്സാമ്പിൾ, ഹൗ ടു ഗെറ്റ് ഓഫ് ദിസ് എക്സാം. അപ്പൊ ഒരു കുട്ടി എക്സാമിന് എഴുതാനായിട്ട് പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് കുട്ടി ആലോചിക്കുകയാണ്, എങ്ങനെ ഈ എക്സാമിൽ നിന്ന് രക്ഷപ്പെടാം? നാളെ ഇനി മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ കളക്ടർ ലീവ് പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് എക്സാം. ഈ എക്സാമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ തലയൂരാം? ഹി നീഡ്സ് ടു ഗെറ്റ് ഓഫ് ആങ്കർ. അവന് ദേഷ്യത്തിൽ നിന്ന് തലയൂരണം. ഹി നീഡ്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ആങ്കർ. അവന് ദേഷ്യത്തിൽ നിന്ന് തലയൂരണം. ഹി വാണ്ട്സ് ടു ഗെറ്റ് ഓഫ് ഹിസ് ഹങ്കർ. അവന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ആ വിശപ്പിൽ നിന്ന് അവന് രക്ഷപ്പെടണം. അവൻ എന്തെങ്കിലും കഴിക്കണം എന്നാണ് സിംപിളി അർത്ഥമാക്കുന്നത്. നമ്മളിനി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തിട്ട് നിങ്ങൾ ഹൗ ടു ഗെറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സജഷൻസ് വരും. ലൈക്ക് ഹൗ ടു ഗെറ്റ് ഓഫ് മാത്സ്, ഹൗ ടു ഗെറ്റ് ഓഫ് ഹെയർ ഫോൾ, മുടി കൊഴിച്ചിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ഡാൻഡ്രഫ്, ഹൗ ടു ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ താരനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ ഹൗ ടു ഗെറ്റ് ഓഫ് ഹെഡേക്ക്, തലവേദനയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഹൗ ടു ഗെറ്റ് ഓഫ് ഫീവർ, പനിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ക്രോം എടുക്കുക, ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സജഷൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമ്പിളുകൾ കിട്ടുന്നതാണ്. മനസ്സിലായോ? ഷി വാണ്ട്സ് ടു ഗെറ്റ് ഓഫ് ദിസ് ഓൾഡ് ഫർണിച്ചർ. അപ്പോൾ ഒരു പഴയ ഒരു ഫർണിച്ചർ പീസ് കിടക്കുന്നുണ്ട്, ഒരു ചെയർ ആണ്. അപ്പോ അവൾക്ക് ഈ പഴയ ഫർണിച്ചറിൽ നിന്ന് രക്ഷപ്പെടണം. ഷി വാണ്ട്സ് ടു ഗെറ്റ് ഓഫ് ദിസ് ഓൾഡ് ഫർണിച്ചർ. അവൾക്ക് ഈ പഴയ ഫർണിച്ചർ മാറ്റണം എന്നാണ് സിംപ്ലി അർത്ഥമാക്കുന്നത്. ഹി ഈസ് ട്രൈങ് ടു ഗെറ്റ് ഓഫ് ഹിസ് പെയിൻ. അദ്ദേഹത്തിന് വേദനിക്കുന്നുണ്ട്. ആൻഡ് ഹി ഈസ് ട്രൈങ്, അദ്ദേഹം ട്രൈ ചെയ്യാണ്. എന്താ ട്രൈ ചെയ്യുന്നത്? ടു ഗെറ്റ് റിഡ് ഓഫ് ഹിസ് പെയിൻ. അദ്ദേഹത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം ട്രൈ ചെയ്യുകയാണ്. ക്ലിയർ ആണോ? ലെറ്റ്സ് ഗെറ്റ് ഓഫ് നെഗറ്റീവ് എനർജി. നമുക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷപ്പെടാം. ലെറ്റ്സ് ഗെറ്റ് റിഡ് ഓഫ് നെഗറ്റീവ് എനർജി. നമുക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷപ്പെടാം. സോ നമുക്ക് പോസിറ്റീവ് ആകാം എന്നുള്ള അർത്ഥം കൂടി ഇവിടെ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ കമന്റിൽ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു.